സീക്യാറ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയെന്നോണം ധാർമ്മികത എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ശാലോൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനും പ്രിയങ്കരനുമായ അഭിവന്ദ്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും സംശയങ്ങൾ ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം ഫൊറോനയിലെ പാലാവയിൽ സെൻറ്റ് ജോൺസ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, ബേബി സാറാണ്. ബേബി സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, സ്വാഭാവിക ജനന നിയന്ത്രണം സഭ അനുവദിച്ചിട്ടുണ്ട്. അതേസമയം കൃത്രിമ ജനന നിയന്ത്രണ മാർഗങ്ങൾ സഭ തെറ്റാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇവ രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്നാകിയാൽ ഇത് രണ്ടും തെറ്റു തന്നെയല്ലേ? സ്വാഭാവിക ജനന നിയന്ത്രണ മാർഗങ്ങൾ സഭ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അനുവദിച്ചത് സഭയല്ല, പ്രകൃതിയാണ് അനുവദിച്ചത്, അല്ലേ? എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ എപ്പോഴെല്ലാം കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യതയുണ്ട്, എപ്പോഴെല്ലാം സാധ്യതയില്ല എന്നുള്ളത് പ്രകൃതി ഒരു സ്ത്രീ ശരീരത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന അവസ്ഥയാണ്, അല്ലേ? അതുകൊണ്ട് സ്വാഭാവിക ജനന നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് സഭയ്ക്ക് അനുവദിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇത് അനുവദിച്ചുകൂടാത്തത് എന്ന് ചോദിക്കും. വാസ്തവത്തിൽ സ്വാഭാവിക ജനന നിയന്ത്രണ മാർഗം സഭയുടെ നിയമപ്രകാരം ഉണ്ടായൊരു വ്യവസ്ഥിതിയല്ല. അത് ദൈവം സൃഷ്ടാവ് സൃഷ്ടിയിൽ രൂപീകരിച്ച ഒരു ക്രമമാണ്. എല്ലാ ജീവജാലങ്ങളിലും ദൈവമായ കർത്താവ് ഇപ്രകാരം ഒരു ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഗർഭധാരണത്തിന് പറ്റിയ ദിവസങ്ങളല്ല എന്നും അതിന് അനുകൂലമായ ദിവസങ്ങൾ ഇന്നതിന്നത് മാത്രമാണ് എന്നും പ്രകൃതിയിലെ നിയമമാണത്. അതൊരു പ്രകൃതി നിയമമാണ്. ആ സ്വാഭാവിക പ്രകൃതിയിലെ നിയമം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയോ ചെയ്യാതിരിക്കാൻ ദമ്പതികൾക്ക് പ്രകൃതി കൊടുത്ത അനുവാദമാണ്. ആ അനുവാദം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് സഭ പറഞ്ഞത്. അതുകൊണ്ട് സ്വാഭാവിക ജനന നിയന്ത്രണ മാർഗത്തെ സഭ കണ്ടുപിടിച്ച ഒരു മാർഗമായിട്ട് കരുതാതെ നമ്മൾ എങ്ങനെ കരുതണം അതിനെ ദൈവം ദമ്പതികളിൽ അല്ലെങ്കിൽ ജീവജാലങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന ജീവസന്ധാരണത്തിൻ്റെ നിയന്ത്രണത്തിന് ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി അനുസരിച്ച് മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യൻ ദൈവഹിതാനുസൃതമാണ് പ്രവർത്തിക്കുന്നത് എന്ന് സഭ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്വാഭാവിക ജനന നിയന്ത്രണ മാർഗത്തെ സഭയുണ്ടാക്കിയ ഒരു നിയമമായി കരുതാതെ അത് സൃഷ്ടാവ് സൃഷ്ടിയിൽ നിക്ഷേപിച്ച ഒരു ജീവസന്ധാരണ നിയന്ത്രണ നിയമം തന്നെയായിട്ട് നമ്മളതിനെ മനസ്സിലാക്കണം. കൃത്രിമ ജനന നിയന്ത്രണ മാർഗങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുക? ദൈവം ഈ ജീവജാലങ്ങളിൽ ക്രമീകരിച്ച പദ്ധതിയെ നമ്മൾ മറ്റേതെങ്കിലും കൃത്രിമ മാർഗങ്ങളിലൂടെ ഇടപെട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അത് തെറ്റായ പ്രവൃത്തിയാണ്. കാരണം ജീവനെ സംബന്ധിച്ച മേഖലകളിൽ സൃഷ്ടാവിൻ്റെ പദ്ധതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് നന്മയും സൃഷ്ടാവിൻ്റെ പ്രവൃത്തിക്ക് വിരുദ്ധമായി കൃത്രിമമായി പ്രവർത്തിക്കുന്നത് തിന്മയും എന്നതാണ് സഭയുടെ നിയമം. അതുകൊണ്ട് കൃത്രിമ ജനന നിയന്ത്രണ മാർഗവും സ്വാഭാവിക ജനന നിയന്ത്രണ മാർഗവും ഒരേ മാനദണ്ഡങ്ങളിലൂടെ വിലയിരുത്തപ്പെടാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാഭാവിക ജനന നിയന്ത്രണ മാർഗങ്ങളിൽ ഉപയോഗിക്കുന്ന ദമ്പതികൾ യാതൊരു വിധത്തിലുള്ള ശാരീരിക പ്രതിസന്ധികളോ അതിൻ്റെ പാർശ്വഫലങ്ങളോ അവർക്കുണ്ടാകുന്നില്ല. അതേസമയം കൃത്രിമ ജനന നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ ദമ്പതികളിൽ പലതരത്തിലുള്ള പാർശ്വഫലങ്ങൾ ശാരീരിക പ്രതിസന്ധികൾ സംഭവിക്കുന്നുണ്ട്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? പ്രകൃതി നമുക്ക് തന്ന വഴികളിൽ നിന്ന് വ്യത്യസ്തമായി
നമ്മൾ നടന്നാൽ പ്രകൃതി തന്നെ അതിനോട് നമ്മുടെ ശരീരത്തിൽ പ്രതിഷേധിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്വാഭാവിക ജനന നിയന്ത്രണ മാർഗവും കൃത്രിമ ജനന നിയന്ത്രണ മാർഗവും ഒരേ രീതിയിലുള്ളതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, ടോമി സാറാണ്. ടോമി സാറിൻ്റെ ചോദ്യം എന്താണ്? നല്ല മനസാക്ഷി അനുസരിച്ച് ജീവിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരിലും ഉത്തമമായ മനസാക്ഷി ഉണ്ടാകണമെന്നും നമ്മൾ പറയുന്നുണ്ട്. ഉത്തമമായ മനസാക്ഷിയുടെ രൂപീകരണത്തിന് ഒരു വ്യക്തി ഏതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിനോടനുബന്ധിച്ച് എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ധാർമ്മിക മനസാക്ഷിയുടെ അർത്ഥം നല്ല മനസാക്ഷി എന്നാണ്. അപ്പോൾ നല്ല മനസാക്ഷിയുടെ തെറ്റ് തിരുത്താൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ടെന്ന് മതബോധന ഗ്രന്ഥം 1793 നമ്പറിൽ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റിയും കൂടി ഒന്ന് വിശദീകരിച്ച് തരാമോ? യെസ്, രണ്ടുപേരും ചോദിച്ചത് പരസ്പര ബന്ധമുള്ള ചോദ്യങ്ങളാണ്. എങ്ങനെയാണ് ഒരു ഉത്തമ മനസാക്ഷിയെ നമ്മൾ തിരിച്ചറിയുക, അതിൻ്റെ രൂപീകരണത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലേ. അതായത് മനസാക്ഷിയുടെ രൂപീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മനസാക്ഷിയുടെ രൂപീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ കാര്യത്തെക്കുറിച്ച് മനസാക്ഷിക്ക് ശരിയായ അറിവുണ്ടാവുക എന്നതാണ്. അറിവില്ലാത്തൊരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറഞ്ഞാൽ അത് അബദ്ധമായിത്തീരും. അല്ലെങ്കിൽ ശരിയായ അറിവുണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പം മത തീവ്രവാദികൾ അവർ മനസാക്ഷി അനുസരിച്ചാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇതര മതസ്ഥരെ വെട്ടിക്കൊല്ലുമ്പോൾ അവർ മനസാക്ഷി അനുസരിച്ച് ചെയ്യുന്നു. അല്ലെ ആൾക്കൂട്ട കൊലപാതകം, തങ്ങളുടെ മതത്തിലെ ഒരാചാരത്തെ അവൻ ചോദ്യം ചെയ്തോ എന്ന് സംശയം, അതിനെതിരായി പ്രവർത്തിച്ചോ എന്ന് സംശയം, എല്ലാവരും കൂടി അവനെ കൊന്നുകളയും. അത് മനസാക്ഷി അനുസരിച്ച് ശരിയാണ് എന്ന് ആളുകൾ വാദിക്കാറുണ്ട്. അപ്പോൾ ആ മനസാക്ഷി എന്ന് പറയുമ്പോൾ എന്താണ്? ശരിയായ അറിവ് ലഭിച്ചിട്ടുള്ള മനസാക്ഷിക്കും മാത്രമേ ധാർമ്മികമായ മനസാക്ഷി എന്ന് പറയാൻ പറ്റൂ. വെൽ ഇൻഫോംഡ് കോൺഷ്യൻസ് എന്ന് പറയും. ശരിയായ അറിവ് ലഭിച്ച മനസാക്ഷിയായിരിക്കും. ഭാഗികമായ അറിവോ അതല്ല എങ്കിൽ തെറ്റായ അറിവോ ലഭിച്ച ഒരു മനസാക്ഷി എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാകാം, അപകടകരമാകാം, അത് തിന്മയാകാം. മറിച്ച് ശരിയായ സമഗ്രമായ അറിവ് ലഭിച്ച മനസാക്ഷിക്ക് മാത്രമേ ശരിയായ തീരുമാനം, ധാർമ്മികമായ തീരുമാനം എടുക്കാനാവൂ. അതുപോലെ തന്നെ മനസാക്ഷിയുടെ മറ്റൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സ്വതന്ത്രമായ മനസാക്ഷിയായിരിക്കും. സ്വാതന്ത്ര്യത്തോടുകൂടി ഏതെങ്കിലും വിധത്തിലുള്ള ഭയമോ സമ്മർദ്ദത്തിനോ വിധേയമായിക്കൊണ്ട് ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ ധാർമ്മികമായി ശരിയാകണം എന്നില്ല. മൂന്നാമതായി അത് സംശയരഹിതമായ മനസാക്ഷിയായിരിക്കും. ചിലർക്കിങ്ങനെ ഭയങ്കര സംശയമുള്ള സ്ക്രൂപ്ലസ് ആയ മനസ്സുണ്ട് അല്ലേ. അങ്ങനത്തെ ഗ്യാസ് ഓഫാക്കിയോ എന്ന് പേടിച്ച് രാത്രി പിന്നെ എഴുന്നേറ്റ് പോയി നോക്കിയേ, ഞാൻ അന്നേരം പോയി തിരിച്ച് നോക്കിയപ്പം വീണ്ടും അത് ഓണാക്കിയായിരുന്നു ആക്രിയെന്ന് ചോദിച്ച് പിന്നെ എഴുന്നേറ്റ് പോയി നോക്കുന്ന ചേട്ടത്തിമാരുണ്ട് അല്ലേ. അങ്ങനത്തെ സംശയ മനസാക്ഷിയുള്ളവർ. ആ സംശയ മനസാക്ഷി ഉണ്ടെങ്കിലും അത് ശരിയായ ധാർമ്മിക തീരുമാനമെടുക്കാൻ ആ മനസാക്ഷിക്ക് സാധിക്കുകയില്ല. അതാണ് അതുപോലെ തന്നെ ചഞ്ചല മനസാക്ഷി എന്ന് പറയും, വെയ്വറിങ് ചെയ്യുന്നത്. ഇത് എടുത്തത് ശരിയാണ്, ഇപ്പോൾ രാവിലെ ഒരു തീരുമാനം എടുത്തു, ഉച്ചയായപ്പോഴത്തേക്ക് അത് മാറ്റി, വൈകുന്നേരം ആയപ്പോൾ വേറൊന്ന് മാറ്റി, ഇങ്ങനെ തെരുതെരെ മാറ്റുന്നവരുണ്ട് തീരുമാനങ്ങൾ. അതും എന്താണ് സൂചിപ്പിക്കുന്നത്? ഉറപ്പില്ലാത്ത ചഞ്ചല മനസാക്ഷിയായ വ്യക്തികൾ. അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ശരിയായ അറിവ് വേണം, അവർക്ക് സമ്മർദ്ദങ്ങളില്ലാതെ തീരുമാനിക്കാൻ അവസരമൊരുക്കണം, സംശയം, ചാഞ്ചല്യം തുടങ്ങിയവയെ അതിജീവിക്കാനുള്ള പരിശീലനം ആ വ്യക്തികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ നമുക്ക് ശരിയായ ഒരു മനസാക്ഷിയെ രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പിതാവേ, മനസാക്ഷിക്കനുസരിച്ച് വിധിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഒരാളുടെ മനസാക്ഷി അടിസ്ഥാനപരമായി ശരിയാണോ തെറ്റാണോ എന്നെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? മനസാക്ഷിക്ക് അനുസൃതമായ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടീച്ചറുടെ ഈ ചോദ്യവും നേരത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
നമ്മളുടെ ഒരു തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ മാനദണ്ഡങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുക. ഏതൊക്കെയാണ് മാനദണ്ഡങ്ങൾ? ശരിയായ അറിവ്, വെൽ ഇൻഫോംഡ് കോൺഷ്യൻസ് ആണോ എന്നുള്ളത് നോക്കുക. ശരിയായ അറിവ് ലഭിച്ചിട്ടുണ്ടോ ആ വ്യക്തിക്ക്? ആ വ്യക്തിക്ക് മൂല്യങ്ങളെക്കുറിച്ചുള്ള ശിക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഏതാണ് നന്മ, ഏതാണ് തിന്മ? ജീവിതത്തിൽ നമുക്കെല്ലാം കുറേ മൂല്യങ്ങളുണ്ട്. ഇപ്പോൾ സത്യസന്ധത ഒരു മൂല്യമാണ്. അതേക്കുറിച്ചുള്ള ശരിയായ ശിക്ഷണം ആ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടോ? ആ വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? ഈ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു പ്രശ്നമുണ്ട്. ഒരു വ്യക്തിക്ക് മാനസിക ആരോഗ്യം ഇല്ല എന്ന് വിചാരിക്കുക, എന്തെങ്കിലും തരത്തിലുള്ള മനോരോഗങ്ങൾക്ക് അടിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരം മനോരോഗമുള്ള ഒരു വ്യക്തി നോക്കിക്കഴിയുമ്പോൾ ആ വ്യക്തി കാണുന്നത് ടീച്ചറിനെ അല്ല, ഏതോ പുലി പിടിക്കാൻ വരുന്നു എന്നാണ് അവന് തോന്നുന്നത്. അവൻ എന്തെങ്കിലും അക്രമം അഴിച്ചുവിടും, അല്ലേ? ഈ മനോരോഗമുള്ള വ്യക്തികൾക്ക് പലപ്പോഴും സംഭവിക്കുന്നതാണ്, അവർ യാഥാർത്ഥ്യമല്ല കാണുന്നത്, അവർ ഭയപ്പെട്ടത് എന്തിനെയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് അവർ അക്രമകാരികളായിത്തീരുന്നത് മനുഷ്യരോട്. ചിലപ്പോൾ അമ്മയായിരിക്കും അവന് കഞ്ഞി കൊടുക്കാൻ ചെന്നതായിരിക്കും. അവൻ്റെ വിചാരം അവനെ കൊല്ലാനും കഴുത്ത് ഞെരിക്കാനും വേണ്ടി ആരോ വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് അവൻ അമ്മയെ കയറി ആക്രമിച്ചെന്നിരിക്കും, ഇല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കാം. അതും വാസ്തവത്തിൽ എന്താണ്, ഈ വ്യക്തിയുടെ മനസാക്ഷിയെ വിലയിരുത്തുന്നതിന് ഒരു പ്രധാന ഘടകം തന്നെയാണ്. സമ്മർദ്ദം എന്ന് പറയുമ്പോൾ ഈ മനോരോഗങ്ങളും ഒരു സമ്മർദ്ദ തലത്തിൽ മനസ്സിലാക്കപ്പെടേണ്ടതാണ്. വീണ്ടും സംശയം, ചാഞ്ചല്യം തുടങ്ങിയവയെ അതിജീവിച്ച മനസ്സ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ശരിയായ ധാർമ്മിക തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും വ്യക്തമായല്ലോ അല്ലേ? അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, ജോൺസൺ സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. മനസാക്ഷി സംഘട്ടനം എന്നാൽ എന്ത്? നമുക്ക് എങ്ങനെ അതിനെ മറികടക്കാൻ സാധിക്കും? യെസ്, മനസാക്ഷി സംഘട്ടനം. സ്റ്റണ്ട് ത്യാഗരാജൻ എന്ന് പറഞ്ഞതുപോലെ ഒരു സ്റ്റണ്ട് അല്ലത്, പക്ഷെ അതിനകത്തൊരു സംഘർഷമുണ്ട്, അല്ലേ? അതായത് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ഒന്ന് തെറ്റും ഒന്ന് ശരിയുമാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ നമുക്ക് തീരുമാനമെടുക്കാം, അത് വേണ്ട എന്ന് പറയും. അതേസമയം രണ്ടും ശരിയാണ് എന്ന് നമുക്കൊരു സംശയം തോന്നുമ്പോൾ ഏത് പക്ഷത്ത് നിൽക്കണം എന്നുള്ളത് ആണ് മനസാക്ഷി സംഘട്ടനത്തിന് കാരണമാകും. മനസാക്ഷി സംഘർഷത്തിന് കാരണമാകുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടേണ്ടവയിൽ എന്ന രണ്ട് കാര്യങ്ങൾ, രണ്ടോ മൂന്നോ കാര്യങ്ങളിൽ ഒന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് വിചാരിക്കും. ആ തിരഞ്ഞെടുക്കപ്പെടേണ്ട കാര്യങ്ങളിലെല്ലാം ഭാവാത്മകമായ പോസിറ്റീവായ എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് ഇതിനെ തള്ളിക്കളയാൻ നമുക്കങ്ങ് മനസ്സ് വരുന്നുമില്ല. എന്നാൽ മറ്റേത് നോക്കുമ്പോൾ അതും കുറേ ശരിയുണ്ട്, ഇതിനെ നോക്കുമ്പോൾ ഇതും ശരിയുണ്ട്, ഇതിപ്പോൾ എന്നെ ചെയ്യുന്നു. അതാണ് വാസ്തവത്തിൽ മനസാക്ഷി സംഘർഷം. ഒരു തെറ്റും ശരിയും തമ്മിൽ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ സംഘർഷത്തിനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ മനസാക്ഷിയെ ഭാരപ്പെടുത്തുന്ന മറ്റൊരു മേഖലയാണ് എന്താണ്, ഈ ശരിയായ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തി അറിയേണ്ടതായിരുന്നു. അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ ഇരുന്നതിൻ്റെ പേരിൽ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതും ന്യായീകരിക്കാൻ പറ്റാത്ത. വിശുദ്ധ അക്വിനാസ് പുണ്യാളൻ അതിനെ വിശേഷിപ്പിക്കുന്നത് ഇഗ്നോറൻസിയ എലങ്കിയ എന്നാണ്. അറിയേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്ന ഭാര്യയും ഭർത്താവും. ഭാര്യ മറ്റൊരാളുമായി 6-ാം പ്രമാണം ലംഘിച്ചു എന്ന് ഭർത്താവ് പറഞ്ഞു. ഭർത്താവ് ചോദിച്ചു, നീ എന്നെ പണിയടി കാണിച്ചതെന്ന്. ഉടനെ ഭാര്യ പറഞ്ഞു, എന്നാന്ന്? അയ്യോ, അത് തെറ്റായിരുന്നു മനുഷ്യൻ, എനിക്കും അറിയത്തില്ല കേട്ടോ, ഇനി മേലെ അങ്ങനെ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ഭാര്യ അത് അറിയേണ്ടിയിരുന്ന ഒരു കാര്യമാണ്, അല്ലേ? അത് അറിയേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. അറിയേണ്ട കാര്യം അറിയാതിരിക്കുന്നത്. ഇപ്പോൾ വൈദികനായ മെത്രാനായ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. അതിന് വിരുദ്ധമായി ജീവിച്ചിട്ട് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം ഞാൻ അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് ചെയ്തില്ല എങ്കിൽ ഞാൻ തെറ്റുകാരനാണ് താൻ. അപ്പോൾ നമ്മളെന്താണ്, ശരിയായ അറിവ് നേടുക എന്നുള്ളതാണ്
മനസാക്ഷി സംഘർഷത്തെ അതിജീവിക്കാനുള്ള ഒന്നാമത്തെ വഴി. ശരിയായ അറിവും നാം ഓരോരുത്തരും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടവയെക്കുറിച്ചുള്ള അവബോധം ആർജിക്കുക. 2, മനസാക്ഷി സംഘർഷം വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള രണ്ടാമത്തെ വഴി ദൈവീക വെളിപാടുകളെ മാനദണ്ഡമാക്കുക എന്ന്. വിശുദ്ധ ബൈബിളിൽ നമ്മൾ പല കാര്യങ്ങളും വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ദൈവപ്രചോദനമനുസരിച്ച് മറ്റുള്ളവർ എന്താണ് ചെയ്തത് എന്നുള്ളത് ദൈവിക വെളിപാടിലുണ്ട്. അപ്പോൾ ദൈവിക വെളിപാടുകൾ ശ്രവിച്ചുകൊണ്ട് ശരിയായ തീരുമാനമെടുക്കുക. സമാനമായ സംഘർഷാവസ്ഥകളിൽ പരിശുദ്ധാരൂപി മറ്റുള്ളവരെ എങ്ങനെയാണ് പ്രചോദിപ്പിച്ചത് എന്ന് ഈ വെളിപാടുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം വായിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് തന്നെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ദൈവപ്രമാണങ്ങളെ അടിസ്ഥാനമായി സ്വീകരിക്കുക. പ്രത്യക്ഷത്തിൽ ദൈവപ്രമാണത്തിൻ്റെ ലംഘനമാകുന്ന ഒരു കാര്യവും ചെയ്യില്ല എന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ മനസാക്ഷി സംഘർഷം വളരെ കുറയും. ഇപ്പം നമ്മൾ ഒരാൾക്കെതിരെ ഒരു കള്ളസാക്ഷി പറഞ്ഞാൽ അവൻ രക്ഷപ്പെടുമായിരുന്നു, പറഞ്ഞില്ലേൽ അവൻ ശിക്ഷിക്കപ്പെടുമായിരുന്നു. പറയണോ വേണ്ടയോ, പറഞ്ഞാൽ അവൻ പിണങ്ങും, എന്നാ ചെയ്യുക? അങ്ങനെ ഒരു സംഘർഷത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉടനെ ദൈവപ്രമാണത്തെ വിലയിരുത്തും. കള്ളസാക്ഷി പറയരുത്, ദൈവപ്രമാണം. അപ്പോഴാ മനസാക്ഷി സംഘർഷം ഒഴിവായി. എന്താണ്? ഞാൻ കള്ളം പറയുകയില്ല, ആ ഒരു തീരുമാനത്തിലെത്തുന്നു. അതുപോലെ തന്നെ തിരുസഭയുടെ കൽപ്പനകൾ. ഇപ്പോൾ ഒരു സത്യവിശ്വാസത്തിന് വെളിയിലുള്ളൊരു വ്യക്തിയുമായുള്ളൊരു വിവാഹം വേണോ വേണ്ടയോ, ഇത് ശരിയാവുമോ? ഇങ്ങനൊരു മനസാക്ഷി സംഘർഷത്തിലായിരിക്കും. ആളൊക്കെ നല്ല ആളാണ്, എന്നാ ചെയ്യുന്നത്? കല്യാണം കഴിച്ചാൽ കൊള്ളായിരുന്നു, ഇനി കഴിച്ചാൽ വല്ല പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ തിരുസഭയുടെ കൽപ്പനകളിൽ 4-ാം പ്രമാണം, വിലക്കപ്പെട്ട വ്യക്തികളുമായുള്ള വിവാഹബന്ധം പാടില്ല. അപ്പോൾ ആ മനസാക്ഷി സംഘർഷം ഒഴിവായി. ഇത് തിരുസഭ വളരെ വ്യക്തമായി നമുക്ക് നിർവചിച്ച് തന്ന കാര്യമാണ്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് അനുഭവ പരിജ്ഞാനമുള്ളവരുടെ ഉപദേശങ്ങൾ തേടുന്നതും ഇത്തരം മനസാക്ഷി സംഘർഷങ്ങളെ അതിജീവിക്കാൻ സഹായകമായ വഴിയാണ്. അതുകൊണ്ട് ദൈവം തന്നെ നമ്മളിൽ പ്രചോദനം തരുന്നുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം. ആ സ്വരത്തെ കേൾക്കുക, ശരിയായ അറിവ് നേടുക, അതുപോലെ തന്നെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുക, ദൈവപ്രമാണങ്ങളുടെയും തിരുസഭയുടെ പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ തീരുമാനമെടുക്കുക, അറിവും പരിജ്ഞാനവും ഉള്ളവരുടെ ഉപദേശം തേടുക. ഇതൊക്കെയാണ് മനസാക്ഷി സംഘർഷത്തെ അതിജീവിക്കാനുള്ള വഴികൾ. കൂടുതൽ ചോദ്യങ്ങൾ? യെസ്, നിങ്ങളുടെ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ? ഓക്കെ. ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് ധാർമ്മികത എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ ചോദിച്ച ചോദ്യങ്ങളും നൽകിയ ഉത്തരങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ചർച്ചകളിൽ നമ്മോടൊപ്പമായിരിക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിന് ശാലോം TV-യുടെ പേരിലും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും പേരിലും പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുകയും ചെയ്ത പാലാവയൽ സെൻറ് ജോൺസ് ഇടവകയിലെ മതാധ്യാപകർക്ക് ശാലോം TV-യുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രേക്ഷകരായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ശാലോം TV-ക്ക് എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: To the producer, CCAT, Shalom Television, Perunamuri PU, Kozhikode. Pin code 673528. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.